എത്ര തന്നെ പ്രതികൂലമായ സാഹചര്യത്തെയും അനുകൂലമാക്കാൻ നമ്മുടെ മനസ്സിന് കഴിയും. ഏതൊരു വ്യക്തിയുടെയും വിജയപരാജയങ്ങളെ നിയന്ത്രിക്കുന്നത് അവയോടുള്ള നമ്മുടെ സമീപനമാണ്. താങ്ങി നിർത്താൻ ആരുമില്ല എന്ന തിരിച്ചറിവിൽ വേണം നാം ജീവിക്കേണ്ടത്. എങ്കിൽ മാത്രമേ തകർന്നു പോകുന്ന ഓരോ അവസ്ഥയിലും നമുക്ക് തളർന്നു വീഴാതിരിക്കാൻ കഴിയൂ. ഒരാളെ ചതിക്കുക എന്നത് ഒരു കടമാണ്. മറ്റൊരാളുടെ കൈകളിൽ നിന്നും പലിശ സഹിതം തിരിച്ചു കിട്ടുന്ന കടം. നമ്മളെ മനസ്സിലാക്കിയവർക്ക് മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും സാധിക്കൂ. അല്ലാത്തവർക്ക് നമ്മൾ പറയുന്നതും ചെയ്യുന്നതും എല്ലാം തെറ്റുകളായിരിക്കും. ജീവിതം മരണത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ആളുകൾ എന്നെ സ്നേഹിക്കുന്നത്, പക്ഷേ നിങ്ങളെ വെറുക്കുന്നു? മരണം പ്രതികരിച്ചു, നിങ്ങളൊരു മനോഹരമായ നുണയാണ്, ഞാൻ വേദനാജനകമായ സത്യവും. മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആളുകളെയും അതിന് വഴിവെക്കുന്ന സാഹചര്യങ്ങളെയും ഒഴിവാക്കാൻ പഠിക്കുക. അത് പക്വതയുടെ ലക്ഷണമാണ്. ഞാൻ പറഞ്ഞതായാലും മറ്റൊരാൾ പറഞ്ഞതായാലും ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ച് അറിഞ്ഞതായാലും നിങ്ങളുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതൊന്നും സ്വീകരിക്കാതിരിക്കുക. കിട്ടാത്തതിൻ്റെ പിന്നാലെ പോയാൽ അത് അകന്നുപോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് അനിവാര്യമായത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. ആവശ്യമുള്ളിടത്ത് ആവശ്യത്തിന് മാത്രം പ്രതികരിക്കുക. നിങ്ങളുടെ ആവേശങ്ങളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുവാനുള്ള പക്വത നേടാൻ ശ്രമിക്കുക. വെള്ളമൊഴിച്ച് വളർത്തിയ ഒരു ചെടിയും ഇന്നേ വരെ വൻ വൃക്ഷമായി തീർന്നിട്ടില്ല. സ്വന്തം വേരുകൾ കൊണ്ട് വെള്ളം തേടി പോയവരെ വൻ വൃക്ഷമായി തീർന്നിട്ടുള്ളൂ. ഒരു കാര്യം മറക്കാതിരിക്കുക, നിങ്ങളോടൊപ്പം മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്നവർ നിങ്ങളെപ്പറ്റിയുള്ള കുറവുകളും നിങ്ങളുടെ അസാന്നിധ്യത്തിൽ പറയും. ദാരിദ്ര്യം ധീരത കൊണ്ടും, പഴയ വസ്ത്രം വൃത്തി കൊണ്ടും, രുചി കുറഞ്ഞ ആഹാരം ചൂടുകൊണ്ടും, സൗന്ദര്യമില്ലായ്മ സ്വഭാവ ഗുണം കൊണ്ടും പരിഹരിക്കപ്പെടുന്നു. പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് ചുറ്റിലും 1000 പേരുണ്ടെങ്കിലും സ്വന്തം മനസ്സിൻ്റെ ധൈര്യത്തിനേക്കാളും വേറൊന്നും പകരമാവില്ല. ജീവിതത്തിലെ കരുത്താണ് ദുഃഖ അനുഭവങ്ങൾ. തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഒരിക്കലും വിശ്വാസത്തെ തകർക്കരുത്. കാരണം ക്ഷമിക്കുന്നത് എളുപ്പമാണ്, പക്ഷെ മറക്കുന്നതും വീണ്ടും വിശ്വസിക്കുന്നതും ചിലപ്പോൾ അസാധ്യമാണ്. നിങ്ങളുടെ ചിന്താഗതികളും സ്വപ്നങ്ങളുമാണ് നിങ്ങൾ ജീവിതത്തിൽ എത്രത്തോളം മുന്നോട്ടു പോകുമെന്ന് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ വിജയത്തിൽ നിങ്ങളുടെ ബുദ്ധിയുടെയോ കഴിവിൻ്റെയോ ഭാഗ്യത്തിൻ്റെയോ സ്വാധീനത്തിന് അപ്പുറത്താണ് നിങ്ങളുടെ ചിന്താഗതികൾക്കും സ്വപ്നങ്ങൾക്കുമുള്ള സ്ഥാനം. നിങ്ങളുടെ മൂല്യം ആരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കരുത്. ഒരു വ്യക്തി നിങ്ങളെ വിലമതിക്കുന്നില്ലെങ്കിൽ അവർ നിങ്ങളെ അർഹിക്കുന്നില്ല. സ്വയം ബഹുമാനമുള്ളവരായിരിക്കുക. ഒരാൾ നിങ്ങളോട് മധുരമായി പെരുമാറുമ്പോൾ ആ വ്യക്തി എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ഓർക്കുക, എത്ര മധുരിച്ചാലും എല്ലാത്തിനും ഒരു കാലാവധിയുണ്ട്. നമ്മുടേതെന്ന് കരുതിയ മനുഷ്യർ നമ്മുടേതല്ലെന്ന് തിരിച്ചറിയുന്ന നിമിഷം ഇറങ്ങിപ്പോകേണ്ടത് ജീവിതത്തിൽ നിന്നല്ല, ആ മനുഷ്യരിൽ നിന്നാണ്. സ്വന്തം തെറ്റുകൾ മറക്കാൻ മറ്റുള്ളവരുടെ കുറവുകൾ ഉയർത്തി കാണിക്കുന്നവർ എന്നും സ്വന്തം മനസാക്ഷിക്ക് മുൻപിൽ ചെറുതായിക്കൊണ്ടിരിക്കും. തെറ്റുകൾ പറ്റുമ്പോൾ പഴിക്കാൻ ഒരുപാട് പേരുണ്ടാകും. എന്നാൽ അവരാരും തന്നെ അതിൽ നിന്നും കരകയറാനുള്ള ഊർജം നൽകില്ല. അത് നമ്മൾ തന്നെ കണ്ടെത്തുകയേ മാർഗമുള്ളൂ. ആലോചിച്ച് മാത്രം ജീവിതത്തിൽ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുക.